ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ വീക്കിലി റീസെറ്റ് റുട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ആഴ്ചയിലുള്ള ഒരു അവധി ദിവസം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് ആ ഒരു വീക്ക് നല്ല രീതിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാറ്റർഡേയോ സൺഡേയോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാൻ തലേ ദിവസം കുറച്ച് ലിസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സാറ്റർഡേ ആണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണേട്ടോ. അപ്പോൾ സാറ്റർഡേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞാൻ ഓർഡറായിട്ട് എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പിന്നെ ബെഡ്റൂം ഡീപ്പ് ക്ലീൻ ചെയ്യണം, നമുക്ക് കറി വെക്കണം, മക്കളുടെ യൂണിഫോം അയൺ ചെയ്യണം, മീൽ പ്ലാനിങ് ചെയ്യണം, വീഡിയോയുടെ പ്ലാൻ ചെയ്യണം, കിച്ചണിൽ എന്തൊക്കെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയണം, മക്കളുടെ റൂമിൽ പോയിട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. രണ്ടാമതായിട്ട് എൻ്റെ വീഡിയോയുടെ സ്കെഡ്യൂൾ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ പല മോഡൽ വീഡിയോ ചെയ്യാറുണ്ട്, കുട്ടികൾക്കുള്ളതും അമ്മമാർക്കുള്ളതും, അത് മാറി മാറിയേ ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ ഏതാണ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ക്ലീനിങ് റുട്ടീൻ്റെ ലിസ്റ്റാണ്. ഡെയിലി ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങളും വീക്ക്ലി ചെയ്യേണ്ടതും മന്ത്ലി ചെയ്യേണ്ടതും. വീക്ക്ലി ചെയ്യേണ്ടതാണ് എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, അങ്ങനെ ഓരോ ദിവസവും ഓരോ റൂം ക്ലീൻ ചെയ്യാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഒരു ദിവസം അവധിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഇന്ന് എൻ്റെ ബെഡ്റൂമാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ ഓരോ വീഡിയോയും ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഈ ഒരു മന്ത്ലി പ്ലാനറിൽ എഴുതി വെക്കും. അപ്പോൾ നമുക്കിപ്പോൾ പ്രധാനമായിട്ട് ആവശ്യമുള്ളത് ഈ രണ്ട് ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ഞാൻ കാണിച്ച ലിസ്റ്റ് സാറ്റർഡേ റുട്ടീൻ്റെ ലിസ്റ്റും രണ്ടാമതായിട്ട് നമ്മുടെ ഒരു ക്ലീനിങ് റുട്ടീൻ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ലിസ്റ്റ്. അപ്പോൾ നമ്മുടെ ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ലിസ്റ്റൊക്കെ റെഡിയാണ്. അതിൽ ഓരോ ജോലികളും നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് ചെയ്ത് തീർക്കാം. അപ്പോൾ രാവിലെ ഞാൻ അവധി ദിവസം സാധാരണ ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കാറുള്ളത്. അപ്പോൾ ലേറ്റായിട്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ വേഗം ചായയൊക്കെ കുടിച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാറാണ് പതിവ്. സാധാരണ ഞാൻ കുറച്ചൊരു 6 മണി 5:30 ആണല്ലോ എഴുന്നേൽക്കാറ്. പക്ഷേ ഈ ദിവസം ചിലപ്പോൾ 8 മണിയൊക്കെ ആയിട്ടാവും ചിലപ്പോൾ എഴുന്നേൽക്കാം. പക്ഷേ ഇപ്പോൾ സാറ്റർഡേ ക്ലാസ് വെച്ച് കാരണം പണി കിട്ടി, നമുക്ക് ആ ഒരു റിലാക്സ് ടൈം ശരിക്കും പറഞ്ഞാൽ പോയി. സൺഡേ ആണെങ്കിൽ പള്ളിയിൽ പോകേണ്ട കാരണം നമുക്ക് ഇങ്ങനെ ഉറങ്ങാനും പറ്റുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ സാറ്റർഡേ ക്ലാസ് ഉണ്ട്. അപ്പം ഞാനിന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തട്ടിൽക്കുട്ടി ദോശയും തക്കാളി ചമ്മന്തിയുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് വീക്കിലി ഇതുപോലെ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് ആ ഒരു വീക്ക് നല്ല ഈസി ആയിരിക്കും. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇങ്ങനൊരു വീക്കിലി റുട്ടീൻ അവർക്ക് ഉണ്ടായിരിക്കും. ഓരോ ദിവസം സെലക്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കുന്ന ഒരു ദിവസം. അത് നമ്മൾ വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. കാരണം നമ്മുടെ വർക്ക് ലോഡ് കുറയുമ്പോൾ നമുക്ക് കുറേ കൂടി ടൈം കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കോമ്പിനേഷനാണ് ഇങ്ങനെ കുട്ടി ദോശയും അതിൻ്റെ കൂടെയുള്ള ഈ ഒരു ചട്നിയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ലഞ്ചിൻ്റെ കറിയും കൂടി ഉണ്ടാക്കിയിട്ട് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് റോസ്റ്റാണ്. പിന്നെ വേറെ കുറച്ച് കറി ബാലൻസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കറി മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്ലീനിങ് ഒക്കെ അധികമായിട്ട് ചെയ്യാനുള്ള ദിവസം നമ്മൾ കറി കുറച്ച് സിമ്പിളായിട്ടുള്ളതും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വേഗം ചെയ്ത് തീർക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ വെളുത്തുള്ളി ഒരു 6 അല്ലിയും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും ഒരു 3 പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ്. അതിലേക്ക് 2 സവാള ചോപ്പ് ചെയ്തത് നീളത്തിൽ ചോപ്പ് ചെയ്ത് ചേർത്ത് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചിടുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ബീഫ് റോസ്റ്റിൽ പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ബീഫ് കറിയാണ് നമ്മൾ ഉണ്ടാക്കണുള്ളൂ. അതിന് ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. നമ്മൾ സാധാരണ ഇതിൽ കപ്പയോ അല്ലെങ്കിൽ കായോ തേങ്ങാക്കൊത്തോ ഇതൊക്കെ ചേർത്തിട്ട് ഞങ്ങൾ സാധാരണ എപ്പോഴും ഉണ്ടാക്കാറ്. പൊടികൾ ചേർക്കുന്നത് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർക്കണേ. കളറും കിട്ടും, കാണാൻ നല്ല ഭംഗിയായിരിക്കും, ടേസ്റ്റ് എരിവും കുറവാണ്. നന്നായി മസാലയുടെ മണമൊക്കെ പോയി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനിതിൽ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, ഇപ്പോൾ ഗരം മസാലയും ചേർത്തിട്ടില്ല. മല്ലിപ്പൊടി കറിയിൽ ചേർക്കണേ ഇല്ല, അതിനൊരു നല്ല ഫ്ലേവറാണ് അങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ തക്കാളി നന്നായി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാൻ ബീഫ് ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ചെറുതാക്കി ചോപ്പ് ചെയ്ത ബീഫിന് ഞാൻ ഉപ്പും മഞ്ഞളും മുളകും ചേർത്തിട്ട് വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. ബീഫ് അത്യാവശ്യം നന്നായിട്ട് വേവിക്കണം. പിന്നെ ഞങ്ങൾ സാധാരണ ചെറിയ പീസസ് ആയിട്ടാണ് ചോപ്പ് ചെയ്യുക, അപ്പോൾ കഴിക്കാൻ കുറച്ചും കൂടി ടേസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ വെള്ളത്തോട് കൂടി ചേർത്തു. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചാറ് വേണമെങ്കിൽ ചേർക്കാം. ചേർത്ത് നന്നായിട്ട് ഒരു 10 മിനിറ്റ് ഇതൊക്കെ കൂടെ ഒന്നും കൂടി തിളക്കട്ടെ. നമ്മൾ തിളച്ച് കഴിയുമ്പോഴേക്കും എരിവ് കുറവ് തോന്നുകയാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റിലാണ് നമ്മൾ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. കറിയുടെ ലാസ്റ്റിലാണ് ചേർക്കുമ്പോൾ ആ സ്മെല്ല് നല്ലതായിട്ട് നിൽക്കും ഗരം മസാല ചേർക്കുമ്പോൾ. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തു, കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ നമ്മുടെ കറിയിൽ വേപ്പില ചേർക്കാൻ മറക്കരുത് കേട്ടോ. അതോടൊപ്പം തന്നെ മല്ലിയിലയും കൂടി ചേർത്ത് കഴിയുമ്പോൾ
കറി കംപ്ലീറ്റ് ആവും. നമുക്ക് ഇത് അടച്ച് വെക്കാം. കഴിക്കുന്നതിന് മുൻപ് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ബീഫിൻ്റെ നെയ്യൊക്കെ ഒന്ന് ഉരുകി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. നല്ല കറിയാണ്. ഈ കറി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. സിമ്പിളായിട്ടുള്ളൊരു ബീഫ് കറി കേട്ടോ. അതിലൊരു കാര്യമുള്ളത് മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല എന്ന് മാത്രം. അപ്പം നമ്മുടെ കറി റെഡിയായി. ചോറ് ഞാൻ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ അപ്പുറത്ത് റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോറും റെഡി ആയിട്ടുണ്ട്. നമ്മൾ കറി വെക്കുന്ന പണികൾ കഴിയണതിനൊപ്പം തന്നെ നമ്മൾ കിച്ചണും ഒന്ന് ജസ്റ്റ് ക്വിക്കായിട്ടൊന്ന് ക്ലീൻ ചെയ്ത ശേഷം പോവാം കേട്ടോ. അപ്പം ഞാൻ സിങ്കിൻ്റെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെച്ച കാരണം അതിൻ്റെയൊക്കെ കുറച്ചൊക്കെ ആയ കാരണം ഞാൻ സിങ്കും സ്റ്റൗവും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം സ്റ്റൗമ്മേ നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ നെയ്യും കാര്യങ്ങളൊക്കെ വന്ന് സ്റ്റൗ ഒന്ന് വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പം തന്നെ തുടച്ച് കഴിഞ്ഞാൽ ആ ഒരു ഈർപ്പത്തോടു കൂടി തുടച്ചാൽ പെട്ടെന്ന് പോകും. അതവിടെ വെച്ചിട്ട് പോയാൽ അത് ഡ്രൈ ആവും. ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് ചൂടുവെള്ളമൊക്കെ ചേർത്തിട്ട് തുടക്കേണ്ടി വരും. അപ്പം നമ്മുടെ കിച്ചണും ഏകദേശം ക്ലീൻ ആയിട്ട് വൃത്തിയായിട്ടാണ് എടുക്കുന്നത്. അപ്പം നമുക്കിനി നമ്മുടെ ബെഡ്റൂം ക്ലീനിങ് ചെയ്യാനായിട്ട് പോവാം. അപ്പം എൻ്റെ ടു ഡു ലിസ്റ്റിലെ 3ാമത്തെ ജോലിയാണ് ബെഡ്റൂം ക്ലീനിങ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, ലഞ്ച് തയ്യാറാക്കി. അപ്പോൾ ആ പണികളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം ഒരു 11 മണിയൊക്കെ ആയി. അപ്പോൾ നമ്മളിനി ഫുള്ളായിട്ടും ക്ലീനിങ് ആണ് ചെയ്യാൻ പോകുന്നത്. 11 മണിക്ക് തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ടൈം വരെ നമുക്ക് ഒതുക്കിയിടാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബെഡ്റൂം ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് സമയം തന്നെയായി. പൊടിയൊക്കെ തുടച്ചിട്ട് കുറച്ചായി. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്ക് പൊടി ഉണ്ടായിരിക്കും എന്തായാലും. കേർട്ടൻസ് ഞാൻ 2 മാസം മുൻപാണ് ഇട്ടിട്ടുണ്ടായിരുന്ന എൻ്റെ ഓർമ്മ. അപ്പോൾ ഞാൻ ആഴ്ചയിൽ കർട്ടനൊന്നും മാറ്റാറില്ല കേട്ടോ. പക്ഷേ ഇതിപ്പോൾ പൊടി പിടിച്ചത് കൊണ്ട് ഞാൻ എന്തായാലും ഇതെല്ലാം മാറ്റുകയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ അതിൻ്റെ ഇടയിൽ വയ്യായും കാര്യങ്ങളൊക്കെ വന്ന് ഞാൻ കുറച്ച് അധികം ദിവസം റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് നല്ലതായിട്ട് പൊടിയൊക്കെ പിടിച്ച് ലെവലായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്ത് നമുക്ക് മാറ്റി ഫുള്ളായിട്ട് റൂമൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഷെൽഫുകളിലും അതുപോലെ തന്നെ കോർണറിലൊക്കെ മാറാലിണ്ടായിരുന്നു. ആദ്യം തന്നെ അതെല്ലാം തട്ടിയെടുക്കുകയാണ്. നമുക്ക് ക്ലീനിങ് ജോലികളില്ലേ കുറേ അധികം പെൻഡിങ് ആക്കിയിട്ട് പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഭയങ്കരമായിട്ട് മടി തോന്നും. തുടക്കത്തിൽ നമുക്ക് ഒട്ടും ഫീൽ ചെയ്യില്ല. അപ്പോൾ നമ്മൾ നല്ല പാട്ടൊക്കെ പ്ലേ ചെയ്യുക. നമ്മൾ കുറച്ചും കൂടി നല്ല കംഫർട്ടബിൾ ആയാലും ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ ഇടുക. അതിനാണ് ഞാനിപ്പോൾ ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തത്. കാരണം നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഒരു സുഖമില്ലാത്തൊരു ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ കഴിയുമ്പോഴേക്കും ക്ലീനിങ് മടുക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി പാട്ടൊക്കെ വെച്ച് നമ്മൾ വലിയ സ്റ്റൈലിൽ നമ്മൾ എന്താ പറയുക സിനിമയിലൊക്കെ ആക്ട് ചെയ്യുന്ന പോലെ കുറച്ച് ഇഷ്ടമില്ലാത്ത ജോലിയൊക്കെ ഞാൻ അങ്ങനെ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ വിചാരിക്കുമോ ഞാൻ ഏതോ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന പോലെയൊക്കെയാണ് ഇങ്ങനെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വേഗം ഞാൻ പൊടിയൊക്കെ ആദ്യം തട്ടുന്ന ജോലിയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ജോലിയും ഇതാണ്. അപ്പോൾ നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോൾ ഒരു പോളിസി ഉണ്ട്. അതായത് ഏറ്റവും ടഫും നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ജോലിയോ അല്ലെങ്കിൽ പഠിക്കാനുള്ളതായാലും ഏറ്റവും ഇഷ്ടമില്ലാത്തത് ആദ്യം പഠിക്കുക. അപ്പോൾ എന്താണ് ഗുണം? നമ്മൾ അത് ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയുള്ളതെല്ലാം കുറേ കൂടി ഈസിയാണല്ലോ. അപ്പോൾ എനിക്ക് ഈ റൂം ക്ലീൻ ചെയ്യണതിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം ഈ പൊടി ഫുള്ള് തുടയ്ക്കലാണ്, പ്രത്യേകിച്ച് ജനാലയുടെയൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഡീപ്പ് ക്ലീനിങ് വരുമ്പോൾ ആ ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി ജോലികളൊക്കെ വേഗം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും അത് സ്കിപ്പ് ചെയ്യുന്നില്ല. ഇന്ന് ഞാൻ സമയമെടുത്ത് ഇത് ഫുൾ ക്ലീൻ ചെയ്തേ പറ്റൂന്ന്. അപ്പോൾ എൻ്റെ റൂമിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വലിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ചേട്ടനും കൂടി വന്നപ്പോൾ എൻ്റെ റൂം ഞാൻ ആദ്യം എൻ്റെ ഒരു സ്റ്റൈലിലായിരുന്നു റൂം. പക്ഷെ ഇപ്പോൾ ചേട്ടനും കൂടി ഓരോ ഐറ്റംസും അവിടെ ഇരിക്കുന്നത് എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. കാരണം ചേട്ടന് പല റിപ്പയർ പണികളും ഓരോ കാര്യങ്ങളൊക്കെ ചേട്ടൻ ഉണ്ടാക്കും ഇങ്ങനെ. അപ്പോൾ ചേട്ടന് ഓരോ ഐറ്റംസും പെട്ടെന്ന് കയ്യെത്തുന്ന രീതിയിൽ ആ മേശപ്പുറത്തൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൊതുവേ അത് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ റൂമിൽ അറേഞ്ച് ചെയ്യുമ്പോൾ 2 പേരുടെ ഇഷ്ടത്തിന് വേണമല്ലോ ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ടേബിൾ ഇട്ടിരിക്കുന്ന സ്പേസിൽ ടോട്ടലി മാറ്റം വന്നു. പക്ഷെ അതിനി മുതൽ അങ്ങനെ തന്നെ ആയിരിക്കും. ബാക്കിയുള്ള ഏരിയയാണ് ഞാൻ മേക്ക് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പൊടിയൊക്കെ തട്ടി കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ നല്ല രീതിക്ക് പൊടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം അടിച്ച് വാരി കോരിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും അയ്യോ ഭയങ്കര ക്ലീനിങ് റൊട്ടീൻ്റെ ആളാണല്ലോ ഇതെന്ത് ഇത്രയും പൊടിയെന്ന്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഇത്ര ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ട് കുറച്ചായി ഐറ്റംസ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് അതുകൊണ്ട് നല്ല രീതിക്ക് പൊടിയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിച്ച് വാരലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. ബെഡ്ഷീറ്റ് ചേഞ്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലോർ തുടയ്ക്കാം. അപ്പോൾ ബെഡ്ഷീറ്റുമൊക്കെ കുറേ പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെടുക്കുമ്പോൾ പിന്നെ ഫ്ലോർ തുടച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ബെഡ്ഷീറ്റ് ഫുള്ളായിട്ട് എടുത്തു. നമുക്ക് പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിക്കാം.
അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ് എന്ന് പറയുന്നത് മെഡിക്കേറ്റഡ് ബെഡാണ്, ഫുള്ളി മെഡിക്കേറ്റഡ് ബെഡ്. അങ്ങനത്തെ ബെഡിന് ഭയങ്കര വെയിറ്റ് ആയിരിക്കും അതിന്. അതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റ് വിരിച്ചാൽ നല്ല രീതിക്ക് അത് കിടന്നോളൂ കേട്ടോ, നല്ല കട്ടിയായിരിക്കും ഇങ്ങനത്തെ ബെഡിന്. പക്ഷേ ബെഡ്ഷീറ്റ് ഇതുമ്പോൾ വിരിക്കാന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ബെഡ് നമ്മൾ പൊക്കി ഷീറ്റ് വിരിക്കണമെങ്കിൽ കുറച്ച് വെയിറ്റുള്ള ബെഡായതുകൊണ്ട്. അപ്പോൾ ഞാനൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് അതിൽ ബെഡ്ഷീറ്റ് ഇങ്ങനെ തിരികെ വെക്കുന്നത്. ലാസ്റ്റിൽ ഇങ്ങനെ വെക്കുകയാണ്. പക്ഷേ ഷീറ്റ് വിരിച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചു. ഒരു വൈറ്റുമ്മ ലൈറ്റ് ഒരു ബ്ലൂ കളറിലുള്ള ഡിസൈനുള്ള ബെഡ്ഷീറ്റാണ്, പ്യുവർ കോട്ടൺ ബെഡ്ഷീറ്റാണ്, നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ നമ്മളത് ഓൺലൈനിൽ വാങ്ങിയതല്ല കേട്ടോ അത്. ചിലർ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഡ്രസ്സൊക്കെ ഞാൻ മാച്ചിങ് ആയിട്ട് വൈറ്റ് ആൻഡ് ബ്ലൂ തന്നെയാണ് ഇട്ടിരിക്കുന്നത്, ബെഡ്ഷീറ്റിന് മാച്ചായിട്ട്. ഇനി ഞാൻ കേർട്ടൻസ് മാറ്റാണ്. വൈറ്റ് കേർട്ടൻസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, പ്ലെയിൻ വൈറ്റ് കേർട്ടൻസ് ആണ് രണ്ടും യൂസ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റിന് മാച്ചാണ്. വൈറ്റ് കേർട്ടൻസിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ റൂമിന് നല്ല വെളിച്ചം കൊടുക്കും, കാണാൻ നല്ല ഭംഗിയായിരിക്കും, റൂമിന് കുറേ കൂടി വലുപ്പം ഫീൽ ചെയ്യും ചെറിയ റൂമാണെങ്കിൽ. അപ്പോൾ കേർട്ടൻ്റെ ഇത് എന്തോ ഫിക്സ് ചെയ്യാൻ എനിക്ക് പ്രോപ്പറായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് പല ജോലികളും ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാനത് ചെയ്യും കേട്ടോ. പക്ഷേ ചേട്ടൻ കണ്ടു കഴിഞ്ഞാൽ എന്നാൽ ഒരു പണി കൊടുത്താലോ വെച്ചിട്ട് വേഗം ഈ പണിയൊന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കും. കാരണം നമ്മൾ തന്നെയാകുമ്പോൾ നമ്മൾ ആ ജോലി എങ്ങനെയെങ്കിലുമൊക്കെ പറ്റാത്തതിലും ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ നമ്മളൊരു ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ എന്നാൽ പിന്നെ ചെയ്തെന്തോ എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ ഞാൻ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ കംഫർട്ടും കൂടി വിരിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു, ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതല്ല, അതുകൊണ്ടാണ് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാഞ്ഞത്. അപ്പോൾ ഇത് നല്ല കംഫർട്ടബിളാണ്. നമുക്ക് കമ്പിളി പുതപ്പ് അങ്ങനത്തെ കട്ടിയുള്ള പുതപ്പ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കംഫർട്ട് യൂസ് ചെയ്യാം. പിന്നെ വിരിച്ചിടാൻ കാണാനും ഭംഗിയാണ്. ആമസോണിൽ ഞാൻ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാനത് വാങ്ങി ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അത് എങ്ങനെയുണ്ട് അതിൻ്റെ ക്വാളിറ്റിന്ന്. നല്ലത് ഏതെങ്കിലും ഞാൻ വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ട് ഫ്ലോറ് ഇപ്പോഴാണ് ഞാൻ തുടയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഫ്ലാറ്റ് മോപ്പ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ തുടയ്ക്കുന്നത്. എനിക്കിത് നല്ല ഇഷ്ടമായി കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല കംഫർട്ടബിൾ ആണ്. ഫ്ലോറിൽ നിലത്തിരുന്ന് തുടച്ചിട്ടൊക്കെയുള്ള കുറേ നാളായി അങ്ങനെയൊക്കെ ഞാൻ തുടച്ചിട്ട്. കാരണം പലപ്പോഴും അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും ടൈം എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, റൂം തുടച്ചതൊക്കെ ഉണങ്ങി, നമ്മളെടുത്ത ഐറ്റംസൊക്കെ തിരിച്ച് വെക്കുകയാണ്. ഡെയിലി ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് അടിച്ച് വരുമ്പോൾ ഈ അലമാരയും അല്ലെങ്കിൽ ഇതൊന്നും എടുത്ത് മാറ്റിയിട്ടൊന്നും ക്ലീനിങ് ഒന്നും നടക്കാറില്ല, പെട്ടെന്ന് അടിച്ച് വാരി പോവുകയേ ഉള്ളൂ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും ചെയ്യുമ്പോൾ നമ്മുടെ റൂം ഇതുപോലെ ക്ലീൻ ആക്കും. റൂം നല്ല ഫ്രഷായി, റൂമിന് നല്ല സന്തോഷമായി. എത്ര ദിവസമായി എന്നെ ഇങ്ങനെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്ക് അവിടെ ഇരിക്കാൻ തന്നെ കൊതിയായി. നമുക്കൊരു പോസിറ്റീവ് വൈബാണ് നമ്മുടെ റൂമിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇരിക്കുമ്പോൾ. അപ്പോൾ ഇനിയും തുടർന്ന് എല്ലാ വീക്കിലും ഇതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ഈ ജോലികളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ഏകദേശം 12:30 മണിയായി. അപ്പോൾ ഞാൻ എൻ്റെ വർക്കൊക്കെ നിർത്തി, കാരണം നമുക്ക് ലഞ്ചൊക്കെ കഴിക്കണം. അപ്പോൾ ലഞ്ച് കഴിക്കലും അതോടൊപ്പം തന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ടും എടുക്കുന്ന സമയമാണ്. നമ്മൾ പണി ചെയ്ത് നടന്നിട്ട് മാത്രം കാര്യമില്ല, റെസ്റ്റും വളരെ അത്യാവശ്യമാണ്. മൈൻഡും ബോഡിയും റിലാക്സ്ഡ് ആക്കി വെക്കാനായിട്ടും കൂടി നമ്മൾ ശ്രമിച്ചാലാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എനർജി നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് 4 മണിയാവുമ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സെറ്റ് ഓഫ് ജോലികൾ നമ്മൾ ചെയ്യാൻ പോവാണ്. മീൽ പ്ലാനിങ് ആണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ മീൽ പ്ലാനിങ് ചെയ്യാറൊന്നുമില്ല. മനസ്സിലിങ്ങനെ ഓർക്കും അത് ഇങ്ങനെ വെക്കാം, ബ്രേക്ക്ഫാസ്റ്റ് വെക്കാം, ലഞ്ച് വെക്കാം, അങ്ങനെയൊക്കെ വിചാരിക്കാറ്. പക്ഷേ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് മീൽ പ്ലാനിങ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ കുക്കിങ്ങിൻ്റെ സമയം അതുപോലെ തന്നെ ആ ഒരു ടെൻഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോഴും, പച്ചക്കറി ആയാലും ഐറ്റംസൊക്കെ വാങ്ങുമ്പോഴും അത് വേസ്റ്റ് ആക്കാതെ പ്രോപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാനും അതുവഴിക്ക് നമ്മുടെ പണവും സമയവും സ്ട്രെസ്സും കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് മീൽ പ്ലാനിങ്. അത് നല്ലതായിട്ട് നമുക്ക് പ്ലാൻ ചെയ്താൽ നല്ല രീതിക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ സൺഡേ ടു മൺഡേ അങ്ങനെ ഓരോ ദിവസവും എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും തയ്യാറാക്കേണ്ടതെന്നാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ ലഞ്ചിന് ഉണ്ടാക്കിയ കറികൾ തന്നെയാണ് വൈകുന്നേരവും കഴിക്കാറ്. അപ്പോൾ നമ്മൾ 3 നേരം ഭക്ഷണം കറികൾ വെക്കുന്ന ഒരു ശീലമില്ല. ഒരു നേരെ ഇവിടെ ഉച്ചയ്ക്ക് വെക്കുന്ന കറിയാണ് വൈകുന്നേരം എടുക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് നമ്മൾ എഴുതി വെച്ചു. അപ്പോൾ നമ്മളിത് എഴുതി വയ്ക്കുമ്പോൾ എന്താണ് ഒരു ഗുണം, നമുക്ക് അതനുസരിച്ച് കടയിൽ പോകുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ പോയി എല്ലാ ഐറ്റംസും ആഴ്ചയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാം. അതോടൊപ്പം തന്നെ തലേ ദിവസം നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻ അതിന് വേണ്ടി ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ എന്താ പറ്റുക, രാവിലെ എഴുന്നേറ്റ് എന്തുണ്ടാക്കണം എന്ന് അറിയാതെ നമ്മൾ ആ കൺഫ്യൂഷനായി മൊത്തത്തിൽ നമുക്ക് ദേഷ്യം വരും അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാനിങ് എന്തുതന്നെയായാലും നിങ്ങൾ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഒരാഴ്ച ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നിങ്ങൾക്ക് ആ ഒരു കംഫർട്ട് മനസ്സിലാവുമ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പ്ലാൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തോന്നും. എന്നിട്ട് അത് കാണുന്ന രീതിയിൽ കിച്ചണിൽ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് നല്ല ഈസി ആയിരിക്കും.
മീൽ പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നത്, ഞാൻ ഷോപ്പിങ്ങിന് പോകുന്ന ദിവസം സാധാരണ അവധി ദിവസമല്ല, വേറെ ഏതെങ്കിലും ദിവസമായിരിക്കും പോവുക. വാങ്ങി കൊണ്ടുവന്ന ഐറ്റംസൊക്കെ ബോട്ടിലിൽ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇരുന്നിട്ട് അവധി ദിവസമാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ വാങ്ങിയിരുന്ന ഐറ്റംസ് എല്ലാം ഇതുപോലെ ഫില്ല് ചെയ്ത് വെക്കുക. വെജിറ്റബിൾസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, എന്നാലും അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, എന്തെങ്കിലും വേറെ വാങ്ങണോ എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ഈ ദിവസമാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ബോട്ടിൽസൊക്കെ ഫില്ല് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം നമുക്ക് ചെയ്യാനുള്ളത്, മീൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ, അതായത് വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, അതുപോലെ തന്നെ തേങ്ങ ഒരെണ്ണം ചിരണ്ടി വെക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്ത് വെച്ചാൽ നമ്മുടെ കുക്കിംഗ് നല്ല ഈസി ആയിരിക്കും. നമുക്കതിപ്പോൾ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു കേടുകൂടാതെ ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളത് മതിയിട്ട് വെക്കാം. തേങ്ങ ഞാൻ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒരെണ്ണേ ചിരണ്ടാറുള്ളൂ, അന്നാന്ന് ചിരണ്ടി എടുക്കലാണ് പതിവ്. അപ്പോൾ അങ്ങനെയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് ജോലികൾ ആ ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നല്ല ഈസി ആയിരിക്കും. ഞാൻ എല്ലാ പച്ചക്കറിയൊന്നും കട്ട് ചെയ്ത് വെക്കുന്ന കാര്യം ചെയ്യാറില്ല. എനിക്ക് പൊതുവേ ഫ്രഷായിട്ട് അപ്പം തന്നെ കട്ട് ചെയ്ത് കുക്ക് ചെയ്യുന്നത് ഇഷ്ടം. ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് കുട്ടികളുടെ കാര്യങ്ങളിൽ അവരുടെ സ്കൂൾ യൂണിഫോം, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാരിയോ സൽവാർ എന്താ വെച്ചാൽ അതൊരു വീക്കിലേക്ക് വേണ്ടിയിട്ടുള്ളത് സെറ്റ് ചെയ്ത് വെക്കുക, അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവർക്ക് ഏത് ഡ്രസ്സ് യൂസ് ചെയ്യണമെന്ന് രാവിലെ തന്നെ ആലോചിക്കേണ്ട കാര്യമില്ല. കുട്ടികൾക്കാണെങ്കിൽ യൂണിഫോമും സെറ്റാണ്. പിന്നെ ഇത് കുട്ടികൾ ചെയ്യേണ്ട കാര്യമാണ്. സാറ്റർഡേസോ സൺഡേ ദിവസം അവധി, ആ ദിവസം നിങ്ങളുടെ റൂം ക്ലീൻ ചെയ്യുക, നിങ്ങൾ ഉപയോഗിക്കുന്ന ഐറ്റംസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ അവരെ കൊണ്ട് ഞാൻ അങ്ങനെ അവധി ദിവസമാണ് സാധാരണ ചെയ്യിക്കാറ്. അപ്പോൾ ഞാൻ നോക്കും അവരത് വെച്ചിട്ടുണ്ടോ പ്രോപ്പറായിട്ടെന്ന്. അങ്ങനെ അവർക്കും ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കത് നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ അവരുടെ ബാഗൊക്കെ എടുത്ത് അതിൽ അനാവശ്യമായിട്ടുള്ള പേപ്പറോ കണ്ണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ക്ലീൻ ചെയ്ത്, റൂമൊക്കെ ക്ലീൻ ചെയ്ത്, ബുക്സൊക്കെ അറേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ജോലികൾ അവർക്ക് ചെയ്യാം. റൂമിലെ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റിയാൽ നമുക്കത് വാഷ് ചെയ്യാം. റൂം അടിച്ച് വാരി ഇടാം അവർക്ക്. അതുപോലെ തന്നെ തുടച്ചിടാനായാലും കുറച്ച് വലിയ കുട്ടികളായാലും അതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവരുടെ റൂം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നതിന് മുൻപ് ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇനി നെക്സ്റ്റ് ഡേക്ക് വേണ്ടി എഴുതി വെക്കണമെങ്കിലോ അതെല്ലാം ഞാൻ എഴുതി വെക്കും. ഡയറി പോലെ അന്നത്തെ ദിവസം ചെയ്തതിൽ ഏറ്റവും ഹാപ്പി ആയിട്ട് തോന്നിയ കാര്യങ്ങളും അതെല്ലാം എഴുതിയിട്ടാണ് ഞാൻ എൻ്റെ ദിവസം വൈൻഡപ്പ് ചെയ്യാറുള്ളത്. പ്രാർത്ഥിച്ച് റിലാക്സ് ആയിട്ട് കിടന്നുറങ്ങും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സാധാരണ ഒരു അവധി ദിവസത്തിൽ ചെയ്യാറുള്ളത്. മുൻപൊക്കെ ഞാൻ വീട് മുഴുവൻ ക്ലീനിങ്, വീക്ക്ലി ക്ലീനിങ് എന്നും പറഞ്ഞിട്ട് ഫുൾ ക്ലീനിങ് ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ടയേർഡ് ആവുന്നൊരു ഫീല് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വീക്കിലി ആയിട്ടുള്ള ഇതുപോലെയുള്ള ടിപ്സ് എന്നോട് ഷെയർ ചെയ്യണം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.